ബോഡി കിട്ടിയപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കലക്കംപോയ വരെ ഞങ്ങൾ തിരഞ്ഞിരുന്നു ഒരു ദിവസം. അന്ന് അവിടുന്ന് 3 ബോഡി ഞങ്ങൾ എടുത്തിന്. അപ്പോൾ ഒന്നാമത് ഇവിടെ അപ്പുറത്തിരിക്കണ സാലിം പറഞ്ഞ വ്യക്തിൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോയിക്കണം. അപ്പോൾ ഓനക്ക് ഭയങ്കര അതിന് വിഷമം ഉണ്ടായിന്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എന്താ തീരുമാനിച്ചു ചോദിച്ചാൽ കലക്കംപോയെന്ന് മേലക്കുന്ന് ഫുള്ള് പോയി നോക്കാന്നില്ല ഇന്ത്യനും വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ പോയി തിരിച്ചു വരുന്നതിന് നമ്മൾ വിചാരിച്ചിന്. പക്ഷേ നമ്മൾ പോയപ്പോൾ ഞാനും സാലിമും പിന്നെ നമ്മളെ കൂടെ കൊണ്ടോട്ടില്ല നമ്മളെ സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഓന് ബോഡി എടുക്കാനൊക്കെ നല്ല എക്സ്പേർട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ കൂട്ടണ്ടായിരുന്നാണ് നമ്മൾ 3 ആളും ബോഡി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ട് വെക്കുക, പിന്നെ നമ്മൾ അതിനനുസരിച്ച് ആൾക്കാരോട് പറയാമെന്ന് കരുതിന്. പക്ഷെ ഞങ്ങൾ പോയി ഒരു 10 കിലോമീറ്ററോളം ഒരു 9 കിലോമീറ്ററോളം പോന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ സുഹൃത്തിന് എന്ത് ചെയ്തു, ഓന് BP കുറഞ്ഞു, കുറച്ചൊരു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഓന് തല കറങ്ങാണ്, കണ്ണ് നടക്കാൻ കഴിയണില്ല എന്നുള്ള സംഭവം വന്നപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാല്ല, പിന്നെ ബോഡി എടുക്കലൊന്നും അല്ല. അപ്പോൾ ഇതിന് സമയം എനിക്ക് വാച്ചില്ല, ഫോണൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഒരു 6 മണിയൊക്കെ കഴിക്കണ്, പെട്ടെന്ന് തന്നെ ഇരുട്ടായ മാതിരി തോന്നി. അപ്പോൾ ഇതിന് പഠിച്ചോൻ്റെ ഒരു കുതിരത്തോണ്ട കാരണം ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റേ, അതായത് വെള്ളം വന്നാലും കയറാൻ കഴിയാത്ത ഒരു മരത്തിൻ്റെ ഒരു ഉയരത്തിലാണ് അവിടെ കയറി അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട്. അപ്പോൾ ഇതിന് ഞങ്ങളൊരു 12 കിലോമീറ്ററോളം ഞങ്ങൾ പോകും നിൽക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് 2-2.5 മണിക്കൂറോളം ഓനക്ക് എന്ത് ചെയ്തു, ഈ സംഭവം BP കുറഞ്ഞിട്ട് ഓനക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റാതായി. അപ്പോൾ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യൽ നിർബന്ധമായി. ഇതാണ് ഈ പുറം ലോകം അറിയണമില്ല. ഞങ്ങളവിടെ സ്റ്റേ ചെയ്തു, ഉഷാറായി കടന്നുറങ്ങി. ഭക്ഷണത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അതിന് ഞങ്ങളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം ഇനി താഴത്തേക്ക് 12 കിലോമീറ്റർ ഉണ്ട്, മേലക്കൊരു 3 കിലോമീറ്ററോ 4 കിലോമീറ്ററോ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മേലേക്ക് പിടിച്ച് അവിടെ എവിടെയെങ്കിലും കയറാം. പിന്നെ എൻ്റെ നാട്ടിലത്തെ നമ്മളെ നൗഫലാക്ക ബഷീറാക്ക ഓല ആരെങ്കിലും വിളിച്ചോലെ എന്തായാലും വരും എന്നറിയും. കാരണം ഞങ്ങളൊരു ബോഡി കിട്ടിയപ്പോൾ ഒരു പള്ളിക്കലാണ് ഒരു 12:50 ആയപ്പോൾ. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു രണ്ടാളോട് ബോഡി ഒന്ന് കിട്ടിയിക്കണേ, ട്രാക്ടറും കൊണ്ട് വന്നാൽ മതി, ഇനി എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഞങ്ങൾ മേലേക്ക് പോകുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നില്ല കാര്യം ഓൽക്കും അറിയില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്താ ചോദിച്ചാൽ ഇങ്ങോട്ട് വന്നപ്പോഴാണ് റിസ്ക് അറിഞ്ഞത്. അതായത് പിന്നെ അജാതി എന്താ ഇപ്പം ചാലിയാറ്, ഞങ്ങളവിടുത്തെ ചാലിയാറ് മാറിയല്ല ഇവിടുത്തെ ചാലിയാർ. ഇവിടെ എത്തുമ്പോഴത്തേന് കല്ലറംകൊട്ടയിൽ കൂടെയാണ് വെള്ളം ഒഴിക്കണത്. ഒരു ബോഡി ഉണ്ടെങ്കിൽ തന്നെ എടുക്കാൻ കഴിയൂല. പിന്നെ അവിടെ ഞാൻ മനസ്സിലാക്കിയത് തണ്ടർ ബേൾഡും ടീമൊക്കെ പോയിക്കണ്, കാരണം ഞങ്ങളെ പോലെ ചവിട്ടടി ഇതൊക്കെ കണ്ടു. പിന്നെ ബോഡി ഉണ്ടെങ്കിൽ തന്നെ അവിടുന്ന് എടുക്കൽ എന്ന് പറഞ്ഞാൽ 90% ടാസ്ക്കാണ്. ഒരു പക്കിൻ്റെ ഉള്ളിലൊക്കെ കാലൊക്കെ കാണുന്നുണ്ട്, അത് എടുക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ബോഡി എടുക്കുന്ന ആൾക്കാരെ ജീവൻ ചിലപ്പോൾ പോകും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മേലേക്ക് പിന്നെയും ഞങ്ങൾ ഇനി ഇങ്ങോട്ട് കയറും ചെയ്യാലോ, ബോഡി ഉണ്ടോ സെർച്ച് ചെയ്ത് കണ്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഇങ്ങോട്ട് കയറിയപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തിൻ്റെ പേരെന്തൊക്കെ നമ്മളിപ്പോൾ ഞാനുണ്ടായിന് ആ വാട്ടർ ഫാൾസിൻ്റെ അവിടെ എത്തിയപ്പോൾ എന്താ വെച്ചാൽ കുറച്ചൊന്ന് വെള്ളം കൂടി. ഞങ്ങളെ കുതിരത്തോണ്ട് ഇന്ന് മഴയല്ല ഒന്നുമില്ല, ഒക്കെ ഞങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ പ്രശ്നം മാത്രം. ആ ഒരു ഇവലെടുത്ത് എത്തിയിട്ടേ ഞാൻ ടയേർഡായിട്ടുള്ളൂ. അത് ഞാൻ അവിടുന്ന് ഇവർക്ക് രണ്ടാക്കും അതിൽ ഓനക്ക് BP കുറയുന്ന അസുഖമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി 12 കിലോമീറ്ററും കൊണ്ട് ഓൻ അങ്ങോട്ട് നടക്കൽ ഒരിക്കലും ബുദ്ധിയല്ല. കാരണം എന്താ വെച്ചാൽ ഓന് BP കുറഞ്ഞവനെ ഏറ്റവും പിടിച്ചാലും നടക്കില്ല. കുന്നും മലയും കയറി കണ്ടും ഈ പോയി കൂടെ പാറക്കെട്ടും ചാടി കണ്ടാണ് പോണത്. അപ്പം ഇങ്ങോട്ട് വേഗം കയറി ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അറിയിക്കണം എന്നില്ല ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇവലെടുത്തിയപ്പോൾ ഒന്ന് സാലിമാക്കാൻ എൻ്റെ ഒപ്പെല്ലാം ഒന്ന് വീണും ചെയ്തു, അവൻ്റെ കാലൊന്ന് മുറിയായി. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ പിന്നെ ഞങ്ങൾ വിചാരിച്ച സംഭവമല്ല നടന്നത്. നമ്മളിങ്ങനെ വരിക, ബോഡി ഉണ്ടെങ്കിൽ തിരിച്ചു പോകാന്നില്ല, ഇതൊന്നല്ല പടച്ചോൻ വേറെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി. അവിടെ ഞങ്ങൾ അവിടുന്ന് 1 മണിക്കാണ് പോരുന്നത്. പിന്നെ സമയം നമുക്ക് അറിയണില്ല. പക്ഷെ ഞങ്ങളൊരു 6 മണി 7 മണിയായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തിക്കണേ, ഞങ്ങൾ സേഫ് ആയിക്കാണ്ട് നിന്നിക്കണ്. പിന്നെ ഞങ്ങളൊരു രാവിലെ ഒരു വെളിച്ചം വന്നിട്ട് ഇറങ്ങിയത്. കാരണം ഞങ്ങൾക്കറിയാം 2 ഭാഗത്തും മലയാണ്, ആന ഉണ്ടാവുന്നില്ല കാര്യം. അപ്പോൾ അതൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് കയറി അപ്പം ഇവര് ചോദിക്കുന്നുണ്ട് എത്താനായോണ്ട്. അപ്പം എനിക്കിങ്ങനെ ഓലക്ക് ഒരു ഇത് കൊടുത്തുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് പോരാ. എനിക്കറിയാം ഒരു 3 കിലോമീറ്റർ നടന്ന് അവിടെ എത്തുന്നില്ലത്. അപ്പോൾ ആ ഒരു ഇതിനും വേണ്ടി ഇത് കയറിയപ്പോഴാണ് ഈ ടീമിനെ കാണുന്നത്. അപ്പോൾ ഓല് നമ്മളെ കൈയായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എന്താ വെച്ചാൽ ഈ ഇവലും കൊണ്ട് പോയ നീന്തലും ചാടലും ഇതാക്കലൊക്കെ റിസ്ക്കാണ്. കാരണം ഓൾക്ക് നീന്താൻ അറിയായിട്ടും ചാടാൻ കഴിയായിട്ടും അല്ല, കാരണം ഒരു ബോഡി എടുത്ത ആൾക്കാരാണ്. ഓൾറെഡി ഒരാൾക്ക് പ്രഷർ കുറയണമുണ്ട്, ഒരാൾ ചെറിയൊരു മുറിവും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവല് ഹെലികോപ്റ്റർ ഇങ്ങനെ കാട്ടുന്നുണ്ട്. അപ്പോൾ ഹെലികോപ്റ്റർ വരും എന്നാണ് ഇവർ പറയണത്. പിന്നെ ഇങ്ങനെ കാട്ടുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി എന്തോ ഇന്നെ വിളിക്കണോ എന്തോ. അപ്പം ഞാൻ അവിടെ ചാടി പിന്നെ ഇങ്ങോട്ട് മേലേക്ക് കയറി ഇവിടെ വന്ന് പിന്നെ അവിടെ എത്തിയ പോലെ
ഇത് തന്നത് അരി കെട്ടി അതും ഞാൻ ചാടി നീന്തി ഞാൻ ഇക്കരൊക്കെ കയറി. എന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നെ എന്താ വെച്ചാൽ ഒരാളുകൊണ്ട് ഇറങ്ങുന്നുണ്ട് ആ ഭാഗത്ത് ഒരിക്കലും ഇറങ്ങിയാൽ അവിടെ നിന്ന് പിടുത്തം കിട്ടൂല. അതൊക്കെ ഒന്ന് പറയണം ഇവർക്ക്. ഇനി അവിടുന്ന് ഇറങ്ങാൻ കഴിയൂല എന്നുള്ള കാര്യം അറിയാം. ഇനി താഴത്തേക്ക് ഇറങ്ങലും റിസ്ക് ആണ്. അപ്പം അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തത് ഇങ്ങോട്ട് കയറി വന്നത്. ഞാൻ നടന്നുകാണ്ട് പിന്നെ അവിടുന്ന് 2 കിലോമീറ്ററോളം ആദ്യം ഒന്ന് ഞാൻ നിന്നപ്പോൾ ഒരു ഹെലികോപ്റ്റർ വന്ന് ഇങ്ങനെ ഒന്ന് പോയി. പിന്നെ ഞാനിവിടെ എത്തിയപ്പോൾ പിന്നെ ഹെലികോപ്റ്റർ പിന്നെയും വന്നു. അത് താഴോട്ട് ഇറങ്ങി ഒരു 2 ആൾക്ക് കയറാൻ പറ്റിയൊരു സാധനം അതിലെ പോലെ കയറിയിരുന്ന് കണ്ടാണ് പോലെ മേലൊക്കെ പോയത്. റോപ്പ് വഴിയാണോ മേലൊക്കെ കയറ്റിയത് പോലെ. ആശങ്കപ്പെട്ടോ പേടിയും ഇല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായതുകൊണ്ടല്ല ഇവിടെ വരെ വന്നത്. പക്ഷെ ഭക്ഷണം കിട്ടാത്തതിന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വിശന്നിട്ടൊരു ഒരു മഞ്ഞ വെള്ളമൊക്കെയാണ് ഇങ്ങനെ വരൽ തുടങ്ങി. പക്ഷെ ഞാനിങ്ങോട്ട് ഒറ്റക്കാണ് പിന്നെയും അതൊക്കെ നീന്തിക്കാണ്ട് 2 ഇത് നീന്തിക്കാണ്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ ഇവലടുത്ത് എത്തിയിട്ടാണ് ഞാനൊന്ന് ടയേർഡ് അറിയണത്. അതുവരെ ഞാൻ ആക്റ്റീവാണ്. അല്ല ഞങ്ങൾ 3 പേരും ഒപ്പാണ്. പിന്നെ ഇവർക്ക് നീന്താൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ട് ഇതുവരോട് അറിയിക്കണല്ലോ. ഓരോ റോപ്പിന്റെ ഇതൊക്കെ നോക്കണത്. അപ്പൊ ഇത് അത്രയും ആ കുണ്ടുക്ക് റോപ്പൊക്കെ എന്നുള്ളത് അത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത് മേലക്ക്. എനിക്കറിയാം എനിക്ക് മേലക്ക് എത്താൻ കഴിയുമെന്നുള്ളത്. മൃതദേഹങ്ങളെ അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാല് പക്കിന്റെ ഉള്ളിലാണുള്ളത്. അതായത് വെള്ളം. പിന്നെ അതേമാതിരി മൃതദേഹം ഞങ്ങൾ അറിയണത് ഞങ്ങളിപ്പോ ഇത്രയും 2-3 ദിവസം മുന്നേ തെരഞ്ഞതൊക്കെ മണം കേട്ടിട്ട് നമുക്ക് അറിയും. ഇന്ന സ്ഥലത്ത് മണം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവിടെ മണം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ വലിയ 2 ആനന്റെ വലിപ്പല്ല പാറയൊക്കെയാണ്. അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ ചെയ്യാൻ കഴിയുക? ഒന്നും ചെയ്യാൻ കഴിയൂല. അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ആണ്. ഒരു 70% ഉണ്ടാവും. ഉണ്ടോ ചോദിച്ചാൽ നമ്മളിപ്പോ ഒരു കാലാണ് കണ്ടത്. അപ്പൊ ഉണ്ടാവും. കാരണം 100% ഉണ്ടാവും. കാരണം അങ്ങനത്തെ സ്ഥലങ്ങളാണ്. ഇതിന്റെ ഉള്ളിലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. നമ്മളവിടെ കൂടുതൽ മൃതദേഹം കിട്ടാൻ കാരണം എന്താ വെച്ചാൽ അവിടെ തുരുത്താണ്. അതായത് രക്ഷാപ്രവർത്തനത്തിനിടെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലെ പാറക്കെട്ടിൽ അകപ്പെട്ട യുവാക്കളിൽ ഒരാളായ റഹീസിന്റെ പ്രതികരണമാണ് കണ്ടത്. റഹീസ് പറയുന്നത് ഏതാണ്ട് 12 കിലോമീറ്ററോളം അവര് ഈ താഴ്ഭാഗത്തേക്ക് പോയി എന്നാണ്. കൂട്ടത്തിലുള്ള ഒരാൾക്ക് അസ്വാസ്ഥ്യമുണ്ടായി, ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയാതിരുന്നത്. കോഴിക്കോട് ഭാഗത്തടക്കം കാണുന്ന ചാലിയാറിൻ്റെ സ്വഭാവമല്ല ഉൾഭാഗത്തേക്ക് പോകുമ്പോഴെന്നും റഹീസ് പറയുകയാണ്. അവിടെ ഇപ്പോഴും ദുർഗന്ധമുണ്ട്. അത് മൃതദേഹങ്ങൾ അവിടെ കൂടെ ഒഴുകുന്നതിൻ്റെയോ ശരീരാവശിഷ്ടങ്ങൾ ഒഴുകുന്നതിൻ്റെയോ ഒക്കെ ആകാം. പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. അത്രയും പ്രതികൂലമായ സാഹചര്യമാണ്. അത്രയും കുത്തൊഴുക്കാണ്. കൂടാതെ വലിയ പാറക്കെട്ടുകളാണ് അവിടെ മൂടിക്കിടക്കുന്നത്. അതുകൊണ്ട് ഒരു നിലയിലും മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിയാത്തത്രയും ദുർഘടം പിടിച്ച സാഹചര്യമാണ് എന്നുമാണ് റഹീസ് പറയുന്നത്. അയാൾ